ഹലോ. രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ എണീറ്റത് 8 മണിയായിരുന്നു. ആകെക്കൂടെ മടി പിടിച്ചൊരു ദിവസം. എന്തായാലും എണീറ്റൊരു ചായയും കുടിച്ച് പുറത്തെ കാലാവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കി. ഒരു മാറ്റമില്ല, നല്ല ചൂടാണ്. രാവിലെ തന്നെ ചൂട് തുടങ്ങി. കുഞ്ഞ് എണീറ്റിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തൊക്കെ നടന്ന് അകത്ത് കയറിയപ്പോഴുണ്ട് ഇന്നലെ വന്നൊരു കൊറിയർ അവിടെ പൊട്ടിക്കാണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് അസംബിൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഇവിടെ ഇഷ്ടംപോലെ കബോർഡുണ്ട്. അതൊക്കെ ഒന്ന് അസംബിൾ ചെയ്ത് അതിൽ കുറച്ച് സാധനമൊക്കെ നടുക്കി വെച്ച് ഭംഗിയൊക്കെ കണ്ടിട്ടിരുന്നപ്പോൾ തരക്കേടില്ല, കൊള്ളാം അല്ലേ. ഇനി പണിയുണ്ട്. രാവിലത്തേക്കുള്ള ഞമ്ഞം ഒന്നും ആയിട്ടില്ല. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ ആയിരുന്നു ഇത്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്ത് വെച്ചു. പുട്ടിനുള്ള തേങ്ങ ഞാൻ ഇതുപോലെയാണ് ചിരണ്ടി എടുക്കുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം ചിരണ്ടാനൊന്നും ഇഷ്ടമല്ല, പിന്നെ ഇവിടെ ചിരവയില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് എളുപ്പം. പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കടലക്കറി ആയില്ല. കടല വെന്തപ്പോഴത്തേക്കും ഇപ്പോഴത്തെ താരമായ ഗ്യാസ് ഒന്ന് തീർന്നു. ഇനി ഇത് റീഫിൽ ചെയ്യാൻ പോകണം. അതുകൊണ്ട് പ്ലാൻ ചെയ്ത പോലെ പുട്ടും കടലക്കറിയും നടപ്പാവില്ല, പകരം പുട്ടും ചിക്കൻ കറിയായിട്ട് തട്ടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഇതുവരെ പ്ലാൻ ചെയ്തതുപോലെ കറക്റ്റായിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല. ഗ്യാസ് റീഫിൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നീ നാട്ടിലേക്ക് പൊക്കോ എന്നാണ് ആ അശരീരി വന്നത്. ആ ക്ലിപ്പ് എങ്ങനെ ഇടും ഇനി ഹെൽമെറ്റിൻ്റെ? ഗ്യാസ് ഫില്ല് ചെയ്ത് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഈ പോകുന്നത്. ഇന്നലെ വാങ്ങിച്ച കുറച്ച് മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പറക്കാനായിട്ട് പുരട്ടി അങ്ങ് വെച്ചു. അപ്പോഴത്തേക്ക് ഗ്യാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾ വന്നു കേട്ടോ. ഗ്യാസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ലഞ്ചിനുള്ളത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഷാന് ജോലിക്കായിട്ട് ഇറങ്ങി. അത് കേൾക്കേണ്ട താമസം പുരട്ടിയത് വരച്ചതും ഒക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞങ്ങളും ഇറങ്ങി. അതെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.